ഗൈസ്, ഞാൻ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയോ? കാവിലേക്കാട്ടോ പോകുന്നത്. കാവെന്ന് പറയുമ്പോൾ സർപ്പക്കാവെന്ന് വിചാരിക്കും. അല്ല കേട്ടോ. ഇവിടെ കണ്ണൂരിൽ കാവെന്നെല്ലാം പറയുന്നത് മുത്തപ്പൻ്റെ കാവ്, കുളിയാൻ കാവ്, അങ്ങനെയൊക്കെയുള്ള കാവുകളാട്ടോ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ വണ്ടി പകുതി വെച്ച് നിർത്തി വെച്ചിട്ട് പിന്നെ ബസ്സിലേക്കാട്ടോ പോയത്. ഓക്ക് ഇതാ എന്നാ സ്മൈല് ഒക്കെ ഉണ്ടോ നടക്കുഴി. ഇതാട്ടോ കാവ്. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നട്ടോ. വീട്ടിൽ വന്ന് തീ പൊന്തിച്ച് ചോറൊക്കെ വെച്ച് ചോറായിട്ടാ മോനെ. പിന്നെ അടുത്ത് കഴിഞ്ഞ് കറി വെക്കണ്ടേ. കറിയും നമ്മൾ അങ്ങനെ അടുപ്പത്ത് വെച്ചോട്ടോ. കറിയും നമ്മൾ തേങ്ങരച്ച മീൻ കറി ആട്ടോ ആക്കുന്നത്. അതിൽ കട്ടിലാന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ കിളിമീൻ എന്ന് പറയും. ഇവിടെ കണ്ണൂർ പറയുന്നത് കട്ടിലെന്നാട്ടോ. അങ്ങനെ നമ്മൾ മീൻകറിയെല്ലാം അങ്ങോട്ട് പതച്ചങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് വാളംപുളി പിഴിഞ്ഞിട്ടുള്ള ഒരു തേങ്ങരച്ച മീൻ കറി ആട്ടോ. അപ്പോൾ കണ്ണൂരെല്ലാം വാളംപുളി പിഴിഞ്ഞിട്ടാണ് ഇവർ വെക്കുക കേട്ടോ. നമ്മുടെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ കുടംപുളി അങ്ങനെയൊക്കെ ഇല്ലേ. എനിക്ക് കുടംപുളി ഇട്ടാലും ടേസ്റ്റാണ്, ഇതും ടേസ്റ്റ് ആട്ടോ. അങ്ങനെ വ്യത്യാസം എന്ന് വെച്ചാൽ കുടംപുളി ഇട്ടതായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നത്. അങ്ങനെ ചോറായി മീൻ കറിയായി, നമ്മുടെ കട്ടില മീനായി, പുതിയാപ്പിള എന്നും പറയും, നമ്മുടെ വറവായി മക്കളെ. വറവ് എന്ന് പറയുന്നത് ഇത് കായ് വറവാട്ടോ, അതായത് പച്ചക്കായ. അപ്പോൾ പച്ചക്കായ വറവായി കേട്ടോ. അങ്ങനെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉലർത്തിയതെന്നൊക്കെ പറയും എറണാകുളത്ത്. അപ്പോൾ ഇത് ഏറ്റവും ഭയങ്കര സ്പെഷ്യൽ എന്ന് പറയുന്നതില്ലേ, ഇത് ഉപ്പിലിട്ട മാങ്ങയില്ലേ, ഉപ്പിലിട്ട മാങ്ങയിട്ട് വെച്ചിട്ട് മാങ്ങാ പച്ചടി ആട്ടോ. എൻ്റെ പൊന്നു ഒളിക്കും, ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കൂട്ടേണ്ടത് തന്നെ കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ബൈ.